അടിച്ച് വാരിയെല്ലൊക്കെ ഒടിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുഹമ്മയിലാണ്. മുഹമ്മ രാധാകൃഷ്ണൻ ആചാര്യയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലമാണ്. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന രാധാകൃഷ്ണൻ ആചാരി എന്ന വെള്ളി ആഭരണങ്ങളൊക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരാളിൻ്റെ 25 മണിക്കൂർ കൊണ്ട് പോലീസ് ഇടിച്ച ഇഞ്ചപ്പരുവാക്കി കൊലപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ വീടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ഭാഗമാണ്. സാധാരണക്കാരന് നീതി എവിടെ എന്നുള്ള ചോദ്യം വീണ്ടും ഇവിടെ ഉയരുകയാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇതിനകത്ത് അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അന്ന് ഇവിടുന്ന് 3:30 ഇവിടുന്ന് പോയ ആളിന്റെ പിന്നെ ബോഡിയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുന്ന് ആഹാരം കഴിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. പിന്നെ 7 മണിയായിട്ട് വന്നതാണ്, ഇവിടെ കണ്ടില്ല. അങ്ങനെ മോൻ തിരക്കി ഇവിടെ വന്നത് കടയിൽ നിന്ന്. അമ്മ അച്ഛനെ കണ്ടില്ല. അപ്പോൾ ഒക്കെ ചേച്ചി വിളക്കാനായിട്ട് കടയിൽ വന്നായിരുന്നു. ഒരു 4 മണിയായപ്പോഴേ. അന്നേരം പറഞ്ഞു, മോനെ അച്ചായനും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അന്ന് ചായ കുടിക്കാൻ പോയിരിക്കും എന്ന് ഓർത്ത് അപ്പുറം ഒരു കടയുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് കാണാനിട്ടാ. പിന്നെ ഇവിടെ 7 മണി 8 മണിയൊക്കെ ആറി വന്ന് ഇവിടെ തിരക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ആലപ്പുഴ വല്ല കമ്പി വലിക്കാനോ വല്ലതും പോയി കാണുമെന്ന് പറഞ്ഞു. അടിച്ച് വാരിയെല്ലൊക്കെ ഒടിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അമ്മ 90 കഴിഞ്ഞ്. എത്ര മക്കളുണ്ട്? ഇത് മൂത്താളാണോ? ഇത് ഇതുവരെ ഇങ്ങനെ ഒരു കേസൊന്നും പെട്ടിട്ടില്ല. റെനീഷ് എന്ന് പറയുന്ന സിയാണ് എൻ്റെ ഭർത്താവിനെ മർദ്ദിച്ച് കൊന്നത്. അങ്ങനെ വേറെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ അറിയാമോ? എറണാകുളത്ത് ആരെയും ആക്രമിച്ചെന്നാ പറഞ്ഞത്? അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്നായിരുന്നു. അന്നേരം പറഞ്ഞത് എൻ്റെ മോനെ ഇങ്ങനെ ഉപദ്രവിക്കുകയും ചെയ്ത് കൊച്ച് മരിക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കൊച്ചിനെ ഇതുപോലെ കൊന്നിട്ടുണ്ടോ? റെനീഷ് എന്ന് പറയുന്ന CI ഇടിച്ച് അവശനാക്കിയ CI ഇന്നും ജോലിയിൽ ഒരു പ്രശ്നവുമില്ലാതെ തുടരുന്നു. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് തന്നെ ശരിയല്ല. നേരത്തെ ഇതേപോലെ ഒരു പയ്യനെ ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. ഇപ്പോൾ ഈ കേസിലും അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു നടപടികളുമില്ല. അന്വേഷണം പോലും എങ്ങും എത്തിയിട്ടില്ല. അങ്ങനെ നിരാലംബരായ കുടുംബത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ജൂലൈയിൽ ആരോ 18 ലക്ഷം രൂപയുടെ സ്വർണം, 1-2 അല്ല, ശരിയായിട്ടും അവർക്ക് 18 ലക്ഷം രൂപ കൊടുത്ത് ആ കള്ളൻ്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിക്കാൻ അവരുടെ കയ്യിൽ പാങ്ങില്ല. 18 ലക്ഷം രൂപ ചിലവാക്കി സ്വർണം വാങ്ങിയെന്നും ആ സ്വർണം ഇദ്ദേഹം ഒളിപ്പിച്ചു വെച്ചുവെന്നുമാണ് പോലീസ് ആരോപിച്ചത്. 25 മണിക്കൂർ നേരം അദ്ദേഹത്തെ ക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചിട്ടും അദ്ദേഹത്തിന് സത്യം പറയാതിരിക്കാനും മാത്രം കഠിന ഹൃദയനൊന്നുമല്ല. ആർക്കായാലും പോലീസിന്റെ കയ്യിൽ നിന്ന് ചെറിയ മർദ്ദനമേറ്റാൽ അവൻ എന്ത് ചെയ്യാത്ത കുറ്റം പോലും സമ്മതിക്കുന്ന നമുക്കറിയാം. കാരണം അതേപോലെയാണ് അവരുടെ ക്രൂരമായ പെരുമാറ്റം. അങ്ങനെ ആ ഒരു മനുഷ്യനെ 25 മണിക്കൂർ നേരം ഇടിച്ചിട്ടും അവശനാക്കിയിട്ടും അദ്ദേഹത്തിന്റെ വാരിയെല്ല് പൊട്ടി അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ കയറിയിട്ടും അദ്ദേഹത്തിനെ വിടാതെ പിന്തുടർന്ന് അദ്ദേഹത്തെ ജുവലറി കൊണ്ടുവന്ന് അവിടെ വെച്ചും മകൻ്റെ മുന്നിലിട്ടും നാട്ടുകാരുടെ മുന്നിലിട്ടും മർദ്ദിച്ച് അവശനാക്കി അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും നേരെ ആ ബോഡി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മരണം ഉറപ്പായി എന്ന് പറയുകയും ചെയ്യുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ ദേഹമാസകലം പാടുകളും വാരിയെല്ല് ശ്വാസകോശത്തിലേക്ക് ഒടിഞ്ഞ് കയറിയിരിക്കുന്നതും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടും ഈ CI യാതൊരു കുറ്റവും ചെയ്യാത്തവനെ പോലെ ഇന്നും CI ആയിട്ട് തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് കേസ് അന്വേഷണം നടത്തേണ്ട പോലീസ് അതിനകത്തുനിന്ന് നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ് നടത്തുന്നത്. എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് പോയത്? 3:30. 7 മണിയാകുമ്പോൾ ഇവിടെ വരുമല്ലേ. അന്നേരം കൊച്ചും വന്നായിരുന്നു കടയിൽ നിന്ന്. എനിക്ക് പറഞ്ഞു, അമ്മ അച്ചായനെ കണ്ടില്ല, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ലെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെയും വിളിച്ചു. ചെറിയായിട്ട് പിന്നെയും വിളിച്ചോണ്ടിരുന്നിട്ട് അവർ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞു. പറഞ്ഞില്ല. അതല്ലെങ്കിൽ കൊച്ച് എവിടെയെങ്കിലും അറിയല. ഞാൻ ഇപ്പുറത്തെ മുറിയിലായിരിക്കുന്നത്, പറഞ്ഞില്ല. ഒരു കാരണവശാലും ഈ പാവങ്ങൾക്ക് നീതി കൊടുക്കാതെ ഇരിക്കുന്നത് ശരിയല്ല. ഒരു ആക്സിഡന്റിൽ ഒരു കാല് ഒടിഞ്ഞിട്ട് ഇന്ന് സ്ട്രക്ചറിൽ നടക്കുന്ന ഒരു അമ്മയാണ്. അവരുടെ തലയ്ക്ക് ഏറ്റ ക്ഷതം മൂലം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. 96 വയസ്സുള്ള ഒരു അമ്മയുണ്ട്, 36 വയസ്സുള്ള ഒരു മകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെയ്തിട്ട് തൊഴിൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥിരമായി ചെയ്യാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയിൽ ഇവർക്ക് നീതി നേടിക്കൊടുത്തേ പറ്റൂ. ഈ CI ഇനിയും പോലീസിൽ വെച്ച് വാഴിച്ചാൽ ഇനിയും ധാരാളം ആൾക്കാരുടെ മരണത്തിന് അത് കാരണമാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും
ഈ CI ശിക്ഷിക്കപ്പെടേണ്ടതാണ്. നാട്ടുകാരുമൊക്കെ അന്വേഷിക്കുമ്പോൾ വളരെ ദാരുണമായ ഒരു കൊല നടത്തപ്പെട്ടിരിക്കുന്നു. ഓപ്പോസിറ്റിലൊരു ജുവലറി ഉണ്ട്. ആ ജുവലറിയുടെ ക്യാമറ ഇതെല്ലാം പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ക്യാമറയിൽ നിന്നും ഒരു സീൻ പോലും ഒരു പത്രക്കാരനും ഒരു വ്യക്തിക്കും കൊടുക്കരുത് എന്ന് പോലീസ് അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. കാരണം ഇവർ ചെയ്ത ക്രൂരത വെളി ലോകം അറിയാൻ പാടില്ല എന്ന് അവർക്ക് നിഷ്കർഷയുണ്ട്. ഇപ്പം 30 ദിവസമായിരിക്കുന്നു. ഇനി അത് കുറേ കൂടെ കഴിയുമ്പോൾ ആ സീൻ ക്യാമറയിൽ നിന്നും അപ്രത്യക്ഷമാകും. അതുവരെ അവർ ഇങ്ങനെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മീഡിയ പ്രവർത്തകർ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ ആ സീൻ സംഘടിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല എന്ന് പറയുന്നു. ഇവർക്കത് കിട്ടുന്നില്ല. അത് ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന് അത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അങ്ങനെ യാതൊരു വിധത്തിൽ ഈ കേസ് തെളിയരുതെന്നും ഇവരുടെ നഷ്ടപ്പെട്ടു പോയ ഒരു ആളിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിധമായ കുറ്റബോധം പോലും ഇവരിലില്ല എന്ന തെളിവാണ്. റെനീഷ് എന്ന് പറയുന്ന ചെയ്യാണ് എൻ്റെ ഭർത്താവിനെ മർദ്ദിച്ചു കൊന്നത്. അത് ഈ റെനീഷിന്റെ പേരിൽ നേരത്തെ വല്ല പരാതികളൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നായിരുന്നു, അമ്മയും കൂടി ഇവിടെ വന്നായിരുന്നു. അന്നേരം പറഞ്ഞത് എൻ്റെ മോനെ ഉപദ്രവിക്കുകയും ചെയ്ത് മരിക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കൊച്ചിനെ ഇതുപോലെ കൊന്നിട്ടുണ്ടോ? റെനീഷ് എന്ന് പറയുന്ന പരാതി കൊടുത്തു. എന്നിട്ട് പോലീസ് വല്ലതും വന്നോ? അവിടെ നിങ്ങളോട് വല്ലതും ചോദിച്ചോ? പിന്നെ ചോദിച്ചു. പറഞ്ഞോ? പോലീസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? പറഞ്ഞു. പരാതിയായിട്ട് ഞാൻ കൊടുത്തു. പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. MLA ചിത്രരഞ്ജൻ, MP KC വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മറുപടിയില്ല. ഈ കാല് എന്ത് പറ്റിയ കാലിന്? 4 വർഷത്തിന് മുമ്പ് വണ്ടി ആക്സിഡന്റ് ഉണ്ടായത്. എവിടെ വെച്ചായിരുന്നു? ചേർത്തല. കാല് ഏത് കാലിനാ പ്രശ്നം? ഈ കാല് മൊത്തം ഇടിഞ്ഞു. എത്ര അടി കൊണ്ട്? 3 അടി. കമ്പിയിട്ടിരിക്കുക 10 കമ്പിയിട്ട്. ഇതില്ലാതെ നടക്കാൻ പറ്റില്ല. ഇല്ല, മരുന്നും ഉണ്ട്. കണ്ണിനും അത് വണ്ടി ഇടിച്ചപ്പോ തലയിടിച്ചോ? തലയിടിച്ച് ഇവിടെയെല്ലാം പൊട്ടി. അപ്പൊ അങ്ങനെ കണ്ണിന്റെ കാഴ്ചയും പോയി. അത് ഇപ്പൊ 1 വർഷമായിട്ട് തീരെ കാഴ്ച കുറഞ്ഞു. പിടിച്ച് ഭർത്താവിനെ കൊന്നവരെ ശിക്ഷിക്കണം, ശിക്ഷ കൊടുക്കണം, ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം. ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കരുത്. രാകൃഷ്ണാചാരി എന്ന് പറയുന്ന സ്വർണ്ണ പണിക്കാരനെ ക്രൂരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും 96 വയസ്സുള്ള അമ്മയുമാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. അവരുടെ കണ്ണീര് കണ്ടാൽ നമുക്ക് സഹിക്കില്ല. അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവരത്രമാത്രം വേദന അനുഭവിച്ചിട്ടാണ് ഇരിക്കുന്നത്. പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ യാതൊരു അസുഖങ്ങളുമില്ല ആരോഗ്യവാനായിട്ടുള്ള ഇദ്ദേഹത്തെ 25 മണിക്കൂർ കൊണ്ട് കൊലപ്പെടുത്തി ആ ബോഡിയാണ് ഇവിടുത്തെ കൊടുത്തത്. ഏതോ കള്ളൻ പറയുന്നു ആ സ്വർണം ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഇടിച്ച് ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കരുതിയാൽ പോലും ഇദ്ദേഹത്തിന് മർദ്ദിക്കാനോ കൊല്ലാനോ ഉള്ള അവകാശം ആരാണ് പോലീസിന് കൊടുത്തത്? ശ്വാസകോശത്തിലേക്ക് വാരിയല്ലുകൾ ഒടിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് ആരോഗ്യവാനായി പോയി കടയിൽ ഇരിക്കുന്ന ഒരാളിന് ഇങ്ങനെ കൊല്ലാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? ഈ കേസിൽ അന്വേഷണങ്ങളില്ല. ഇവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട്, ഇവരുടെ സമുദായത്തിന് ശക്തി കുറവായതുകൊണ്ട് കേസ് എഴുതി തള്ളാമെന്ന രീതിയിലാണ് പോലീസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്തുരുത്തിയിലെ CI ആണ് ഇവിടെ വന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും അതിനുശേഷം ഈ കടയിൽ കൊണ്ടുവന്നാണ് വീണ്ടും മർദ്ദിക്കുകയും ചെയ്യുന്നത്. മകൻ്റെ മുന്നിലിട്ട് മർദ്ദിച്ചു. അതുകൂടാതെ ഒരു രാത്രി മൊത്തം അവർ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഇത്രയും ഒരു ചെറിയ മർദ്ദനം പോലും ഏറ്റുകഴിഞ്ഞാൽ ഏത് മനുഷ്യനും അവൻ്റെ കുറ്റം സമ്മതിക്കുക എവിടുന്നെങ്കിലും ഇതുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇത്രയും സമയം ഒരാളെ മർദ്ദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സാധനം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ എടുത്തു കൊടുക്കുമായിരുന്നു. ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി ആ കേസിൽ ഇതുവരെ നീതി കിട്ടാതെ ഇരിക്കുകയാണ്. അവരുടെ സമുദായത്തിൻ്റെ ശക്തി കുറവാണ്. ഈ സാധുക്കളോടൊപ്പമാണ് പോലീസും ഭരണവർഗവും ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും ഇവർക്ക് നീതി കിട്ടണം. ഇത് മാത്രമാണ് കേരളത്തിന് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.